എന്റെ ജോലി പോകുമെന്ന് മാത്രമല്ല, ഒരു 15 ലക്ഷം രൂപയെങ്കിലും ഞാൻ ഉടനെ ഉണ്ടാക്കണം. അത്രയുണ്ടോ? അത്രയും ഉണ്ടോന്നോ? നീ ഒരു ഒറ്റ കാരണമാ. ഞാൻ കാരണമൊന്നോ? നിങ്ങൾ കുതിരപ്പന്തി കളഞ്ഞതല്ലേ? അയ്യടാ, നിന്റെ പോപ്പ് മ്യൂസിക്കും ഫാഷൻ പരേഡും ഡോഗ് ഷോയും ഡൊണേഷനും ഇതെല്ലാം എവിടുന്ന് ഒപ്പിച്ചെന്നാടി? നശിച്ചു. ചാർജ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോ കംപ്ലീറ്റ് ക്യാഷ് ബാലൻസ് ഏൽപ്പിക്കണം. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? പ്രശാന്തിനെ ഒന്ന് സ്വാധീനിച്ചാലോ? പ്രശാന്തന്റെ കാല് പിടിച്ചിട്ട് കാര്യമില്ല. ഓഡിറ്റ് റിപ്പോർട്ട് അയക്കാതിരിക്കാൻ പറ്റുമോ? ലക്ഷക്കണക്കിന് രൂപ അഡ്വാൻസ് വാങ്ങിന്റെ ക്യാഷ് റെസിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും കണക്ക് കൊള്ളിച്ചിട്ടില്ല. എങ്കിൽ എങ്ങനെയും പ്രശാന്തൻ അങ്ങോട്ട് പോകുന്നു തടയണം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാ. പക്ഷെ ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല. അവിടുത്തെ ആ മോഡല്ലേ കൊച്ചിയിൽ കിട്ടുമോ? ഞാൻ എങ്ങനെ സമയം കഴിക്കും? അയ്യോ, നിനക്ക് വിലസാഞ്ഞിട്ട്. എടി, ഇതെന്നെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതിനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നീ എന്തിനാ വിഷമിക്കുന്നത്? ബോംബെ ചെന്നാൽ ഉടനെ ഞാൻ നല്ലൊരു ഫ്ലാറ്റ് സംഘടിപ്പിച്ച് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് മാറാം. പ്രശാന്തേട്ടനില്ലാതെ ഞങ്ങൾ എങ്ങനെ കഴിയും? എല്ലാം ഞാൻ ജയരാജനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ ആഴ്ചതോറും ഇവിടെ വന്ന് വിവരങ്ങൾ അന്വേഷിക്കും. പിന്നെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അവൻ എന്നെ വിളിച്ചു പറയും. എന്താ പോരെ? ഡാഡി ഒരു വിമാനം സംഘടിപ്പിച്ച് എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോവാം. കരയാതമായ, നീ കരഞ്ഞ കുട്ടികൾ വിഷമിക്കില്ലേ? മുമ്പാ ഡാഡി പോട്ടെ. ഉമ്മതാ. ടാറ്റാ ഡാഡി. ടാറ്റാ ഡാഡി. ടാറ്റാ ടാറ്റാ ടാറ്റാ. മിസ്റ്റർ പ്രശാന്തൻ? യെസ്. എന്റെ പേര് ജോണി. ഹലോ. സാറിന് റിസീവ് ചെയ്യാൻ കമ്പനിയിൽ നിന്ന് തന്നെ അയച്ചിരിക്കുക. ഓ, അടുത്തൊരു ഹോട്ടൽ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നല്ലേ പറഞ്ഞത്? അതെ, ബോംബെയിലെ ഏറ്റവും വലിയ ഹോട്ടൽ ആ കുന്നിന്റെ മുകളിലാണ്. VIPs എല്ലാം അവിടെയാ താമസിക്കുക. ഓ, അങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല. അത് പറ്റില്ല. സാറിന് വേണ്ട വിധം സ്വീകരിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ഏയ് മിസ്റ്റർ, ഇത് ഹോട്ടലല്ലല്ലോ. നിങ്ങൾ എന്നെ എവിടെയാ കൊണ്ടുവന്നിരിക്കുന്നത്? വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ല മിസ്റ്റർ പ്രശാന്ത്. നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ ആരെയും ചതിക്കാറില്ല. പിന്നെ നിങ്ങൾ എന്തിനെന്നെ ഇവിടെ കൊണ്ടുവന്നു? അത് നിങ്ങൾക്ക് താമസിയാതെ മനസ്സിലാവും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. 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 ഗുഡ് മോർണിംഗ് സർ.
ഇന്നലെ തന്നെ 6 തവണ ഞാൻ ബോംബെക്ക് വിളിച്ചു. പ്രശാന്ത് സാറിനെ കുറിച്ച് ഒരറിവും കിട്ടിയില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്? ചാർജ് അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിട്ട് ജയരാജനോട് ഇങ്ങോട്ട് പോരാൻ TP മെസ്സേജ് കൊടുക്കൂ. ശരി സർ. പ്രശാന്ത് സാറിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കണ്ടേ? നോ, അതിന്റെ ആവശ്യമില്ല. അവൻ എന്നെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ് പിള്ളേ. ആര് ജയിക്കുമെന്ന് നമുക്ക് കാണാം. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സർ. എന്നാ കേട്ടോളൂ, അവൻ നാട് വിട്ടിരിക്കുകയാണ്. അവന്റെ വിവാഹം ഞാൻ അംഗീകരിക്കണം. എല്ലാം സംഭവിച്ചു എന്ന് പത്രത്തിൽ പരസ്യവും കൊടുക്കണം. അപ്പോൾ മാത്രമേ അവൻ തിരിച്ചു വരുള്ളൂ പോലും. ഒരാളെ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നോട് പ്രശാന്ത് സാർ സംസാരിച്ചത് ഈ രീതിയിലല്ല. ഇതവൻ ജയരാജനോട് ഫോണിൽ പറഞ്ഞതാണ്. ഫൂൾ. അവൻ കരുതിയത് ഞാൻ ഇതിൽ അപ്സെറ്റ് ആകുമെന്നാണ്. നോ നോ നോ, ഞാൻ അവന്റെ മുമ്പിൽ ഒരിക്കലും മുട്ടുകുത്തില്ല. കുറെ കഴിയുമ്പോൾ അവൻ താനെ തിരിച്ചു വരുമ്പോഴേ എന്റെ മകൻ എന്നെ പഠിപ്പിക്കാൻ നോക്കുന്നു. ആര് കൊണ്ടുപോയി? ആ കുട്ടിയെ മേനോ സാർ സ്കൂളിൽ വന്ന് കൊണ്ടുപോയി. അക്കച്ചിയെ അപ്പൂപ്പൻ കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി? എല്ലാവരും നമ്മളെ വിട്ടുപോകുന്നു മോനെ. അവസാനം നീ ഞാനും മാത്രം. ഹലോ, മിസ്റ്റർ ജയരാജനല്ലേ? ആ, ഞാൻ മായയാണ്. അത്യാവശ്യമായി വീട്ടിലൊന്ന് വരണം. എനിക്ക് തീരെ സമയമില്ല. എന്താ കാര്യം? പ്രശാന്ത് ഏട്ടന്റെ ഒരു വിവരവുമില്ല. എനിക്കറിഞ്ഞൂടാ. ബോംബെ ചാർജ് എടുത്തിട്ടില്ലെന്ന് മാത്രം അറിയാം. ചേട്ടൻ എവിടെ പോയി? ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയും? ദയവായി പ്രശാന്ത് ഏട്ടനെ പറ്റി ഒന്ന് അന്വേഷിക്കണം. ആ, ശ്രമിക്കാം. ചക്കിയെ പ്രശാന്ത് ഏട്ടന്റെ അച്ഛൻ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോയി. അമ്മാവന് അതിനുള്ള അധികാരമുണ്ട്. സോറി, ഞാൻ അല്പം തിരക്കില്ല. പിന്നീട് സംസാരിക്കാം. നീ എന്തിനാ ഇങ്ങോട്ട് ഓടി വന്നത്? വന്നതോ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? കമ്പനി കണക്ക് ശരിയാക്കാൻ അസിസ്റ്റന്റ് മാനേജർ എന്നെയാണ് ശല്യപ്പെടുത്തുന്നത്. അയ്യോ, സമാധാനം പറഞ്ഞ മടുത്തു. അയാളോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്ത് പറഞ്ഞെന്നാ? ഇനി വെച്ചുകൊണ്ടിരുന്നാൽ അയാൾ അമ്മാവനോട് പറയൂ അത്രേ. അതിനുള്ള ധൈര്യം അവനുണ്ടാവില്ല. എന്തൊക്കെയാണേലും അവൻ എന്റെ അസിസ്റ്റന്റ് ആയിരുന്നവനല്ലേ. അത് പണ്ട്. ഇന്ന് അയാൾ ബോംബെ ഓഫീസിലെ മാനേജരാണ്. നീ ഒരു ഒറ്റ കാരണം എല്ലാം തകർന്നത്. ഞാൻ എന്താ ചെയ്തെന്നാ? ആ ജോണിദാനയ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്ന കാശെടുത്ത് നീ പട്ടിഷോ നടത്തിയില്ല. കമ്പനിയിൽ നിന്ന് മോഷ്ടിച്ച് 6 ലക്ഷം രൂപ നിങ്ങൾ കുതിരപ്പന്തയത്തിൽ കളഞ്ഞല്ലേ? അതിന് ഞാനാ ഉത്തരവാദി. എടി, ഇത് ഓഫീസ് ഒന്ന് പതുക്കെ പറ. എന്തായാലും ഉടനെ നിങ്ങൾ ഇടപാടുകളെല്ലാം തീർക്കണം. മാർവാടികളുടെ ശല്യം കാരണം എനിക്ക് ബോംബെ നിൽക്കാൻ കഴിയുന്നില്ല. എനിക്ക് അവിടെ ഒരു മാന്യത ഉണ്ടെന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? നാട്ടിൽ ചെന്നാ എനിക്ക് എവിടെയെങ്കിലും ജോലി കിട്ടും പാറുവമ്മേ. ഇവിടെ എങ്ങാനും ജോലി നോക്കാൻ പാടില്ലേ മോളെ? ഇവിടെ കിട്ടുന്നത് വീട്ടു ചെലവിന് പോലും തികയില്ല. കുഞ്ഞിനെ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലേ? പ്രശാന്തേട്ടൻ തിരിച്ചു വന്നാൽ ഞങ്ങൾ വരും. അന്ന് തീർച്ചയായും പാറുവമ്മ വരണം. ഞാൻ ഒത്തിരി അടുത്ത് ജോലി നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെയായിരുന്നു. എന്തു ചെയ്യാ? അന്ന് പാറുവമ്മയെ കാറയച്ച് കൂട്ടിക്കൊണ്ടു വന്നതാണ്. ഇന്നും വണ്ടിക്കൂലി തരാൻ പോലും എനിക്ക് കഴിവില്ല പാറുവമ്മേ. വേണ്ട മോളെ, ഉള്ളപ്പം വാരിക്കോരി തന്നതല്ലേ, അത് മതി. പിന്നെ പാറുവമ്മയ്ക്കൊരാഗ്രഹമുണ്ട്. ഇത് മോള് തന്ന ശമ്പളത്തിൽ നിന്ന് മിച്ചം വെച്ച കാശ. ഇത് മോക്കിരിക്കട്ടെ. നാട്ടിൽ ചെന്ന് ജോലി കിട്ടാൻ താമസിച്ചാൽ കഴിയാമല്ലോ. അയ്യോ വേണ്ട പാറുവമ്മേ. അങ്ങനെ പറയരുത് മോളെ. മോളുടെ അമ്മ തരുന്നതായിട്ട് കരുതി ഇത് വാങ്ങണം. എന്തിനാമേ നമ്മൾ ഇവിടെ വന്നത്? ഇനി ഇതാണ് മോനെ നമ്മുടെ വീട്.
എന്ത് ചെയ്യാൻ സിസ്റ്റർ, ഒരു വേക്കൻസിയും ഇല്ല. നിങ്ങളൊക്കെ പോയ ഒഴിവിൽ അന്ന് തന്നെ ആളായി. ഇനി വല്ലതും വന്നാൽ തീർച്ചയായും സിസ്റ്ററിന്റെ കാര്യം പരിഗണിക്കാം. ഗൾഫിൽ നിന്നൊക്കെ ഒത്തിരി പേര് പിരിഞ്ഞു പോരുന്നുണ്ടല്ലോ, അവരിങ്ങോട്ട് ഡൊണേഷൻ തരാൻ വരെ തയ്യാറാണ്. മോള് ബീസ്റ്റെന്നോ ബൂസ്റ്റെന്നോ പ്രീസ്റ്റെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ, ഞാൻ വണ്ടി നിർത്തൂല. വലിയ മലയാളിന്റെ ഓർഡറാ. മാന്തല്ലേ മാന്തല്ലേ മാന്തി മാന്തി മോളെ കുഴി മാന്തല്ലേ. സ്റ്റിയറിംഗ് കയ്യിൽ നിന്ന് പോകുമ്പോ കളിക്കല്ലേ, വണ്ടി കുഴിയിലാവും. ഞാൻ വീട്ടിൽ ചെല്ലട്ടെ. വലിയ മലയോട് പറഞ്ഞു നിന്റെ ചൂരലിന്റെ അടി അപ്പം ഉണ്ടാവും. ലീവ് മൂന്നാല് 15 16 17 50 പൈസ. എന്ത് പറ്റി പണ്ടാരും? കാർബറേറ്ററിൽ കരട് കയറിയോ? മോളോട് ഇരിക്കേ, നോക്കട്ടെ. അത് ശരി. ഒരു ചെറിയ തകരാറ് നമ്മളെ ഇപ്പൊ ശരിയാക്കാം. എന്താ എന്താ പറയുന്നത്? നമ്മൾ എന്താണ് താമസിച്ചത്? ഓ രാജപ്പ, എനിക്കിന്ന് ഒരു ലോങ് ട്രിപ്പ് പോകാനുണ്ട്.
നീ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ടോ? 30 ലിറ്റർ പഠിച്ചേ ഉള്ളൂ. ദാ ബില്ലുണ്ട്. അയ്യോ, എന്റെ ബില്ലെന്തി? ബില്ലുണ്ട് സാർ. നിരോധ് തേപ്പട്ടി. എന്തിനാ? ഇന്നലെ 20 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് 30 ലിറ്റർ പെട്രോളിന്റെ രൂപ വരച്ച് ഞാൻ പറയും. സത്യമായിട്ട് ഞാൻ 30 അടിച്ചതാ. വല്ല കളിതമാശം പറഞ്ഞ് കുഴപ്പമുണ്ടാക്കല്ലേ? ഞാൻ കണ്ടതാ. ഡെന്റിൽ വെച്ച് 20 നായിപ്പ് നിന്നത്. എന്നിട്ട് കള്ള ബില്ല് മേടിച്ച്. ആ ബില്ല് എന്റെ കയ്യിലുണ്ട്. എന്റെ പൊന്നുമോളെ, മുതലാളിയുടെ അങ്ങ് മിണ്ടല്ലേ. മുതലാളി പറഞ്ഞാൽ ഇന്ന് തന്നെ ഞാൻ ഔട്ടാവും. ഞാൻ പറയും. എന്റെ കണ്ണല്ലേ? അല്ല, മൂക്ക. ഞാൻ പറയുന്ന പോലെ അനുസരിക്കാമോ? എന്നാൽ മായമയുടെ വീട്ടിലേക്ക് വണ്ടി വിട്. അയ്യോ, മുതലാളി പറഞ്ഞ കുഴഞ്ഞു പോവും. എന്നാൽ ഞാൻ പറയും. എന്നാ വിടാം. കുഞ്ഞുവാവേ, കുഞ്ഞുവാവേ, അക്കച്ചി. അമ്മ, അമ്മ, എന്റെ അക്കച്ചി വന്നു. അക്കച്ചി, എന്റെ കുഞ്ഞുവാവേ. എന്റെ കുഞ്ഞുവാവേ. ചക്കിമോളെ. മായമ്മേ. മായമ്മേ, മായമ്മ എന്താ ചക്കിമോളെ കാണാൻ വരാത്ത? എന്റെ പൊന്നുമോളെ. മായമ്മേ, എന്റെ ഡാഡി എവിടെ? മായമ്മേ, ഡാഡി എപ്പോ വരും? ഡാഡി. മായമ്മേ, സ്കൂളിൽ പോകാൻ. മോള് സ്കൂളിൽ പോ, സമയം കഴിഞ്ഞു. അക്കച്ചി, സ്കൂളിൽ നിന്ന് വേഗം വരണം. വരാൻ കുഞ്ഞാവേ. ടാറ്റാ. ആ വണ്ടി മോളി ഇറങ്ങി പോയി. കുഞ്ഞാവേ, ടാറ്റാ. ടാറ്റാ കുഞ്ഞാവേ. ഇത്തരം കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നത് ബുദ്ധിമുട്ടാണ്. പണം ഉടനെ എത്തിച്ചു തരണം. അത് കിട്ടിയാൽ ഉടൻ ഫിനിഷ് ചെയ്തേക്കാം. वो नहीं हो सकता. अरे इसमें कोई वादा नहीं है. വിശ്വാസം, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വിശ്വാസമില്ല. പിന്നെയല്ലേ നിങ്ങളെ. പൈസ ജൽദി ഭേദോ സംസാ. കുഞ്ഞാവേ, നിർത്ത്. കുഞ്ഞാവേ. കുഞ്ഞാവേ എവിടെ പോവാ? കുറുക്ക് മേടിക്കാനാ അക്കച്ചി. കുറുക്കോ? അതെന്തുവാ? തിന്നാൻ നല്ലതാക്കച്ചി. അത് വേണ്ട കുഞ്ഞാവേ, അക്കച്ചി ചോറ് തരാം. ഇതാ. അയ്യോ മോളെ, മോള് ഉച്ചയ്ക്ക് പട്ടിണിയാവൂലേ? ഇയാളെ മിണ്ടണ്ട. മിണ്ടുന്നില്ല. കുഞ്ഞുവാവ പോയിക്കോ. അക്കച്ചി സ്കൂളിൽ വിട്ടിട്ട് വീട്ടിൽ വരാം. വരണേ അക്കച്ചി. വരാൻ കുഞ്ഞുവാവേ. അക്കച്ചി പോട്ടെ. ഇനി വിട്ടോ. ടാറ്റാ, ടാറ്റാ. കുഞ്ഞുവാവേ ടാറ്റാ. അക്കച്ചി ടാറ്റാ. ടാറ്റാ, ടാറ്റാ, ടാറ്റാ. അക്കച്ചി ചിന്താവാ. അക്കച്ചി ചിന്താവാ. അക്കച്ചി ചിന്താവാ. അക്കച്ചി ചിന്താവാ. അക്കച്ചി ചിന്താവാ. ഇത് എവിടുന്ന് കിട്ടി മോനെ? അക്കച്ചി തന്നതാ. എനിക്ക് തിന്നാനാ. ഞാൻ തിന്നോട്ടെ അമ്മേ? നിന്നോട് ആര് പറഞ്ഞു ഇത് മേടിക്കാൻ? പാവം ചക്കിമോൾ ഉച്ചയ്ക്ക് പട്ടിണി ഇരിക്കില്ലേ? അമ്മേ, എനിക്ക് വിശക്കുന്നു അമ്മേ. മോൻ കരയാതെ. അമ്മ ഇത് കൊണ്ടുപോയി അക്കച്ചയ്ക്ക് കൊടുത്തിട്ട് വരാം. വന്നിട്ട് മോന് കപ്പ വിഴുങ്ങിത്തരാം. കുഞ്ഞുവാവേ. കുഞ്ഞുവാവ എന്താ അത് കഴിക്കാതിരുന്നത്? അമ്മ വഴക്കു പറഞ്ഞു. പിന്നെ കുഞ്ഞുവാവ എന്ത് കഴിച്ച്? അമ്മ കപ്പ പുഴുങ്ങി തന്നു. അക്കച്ചിക്ക് വെച്ചിട്ടുണ്ട്. അക്കച്ചി
കുഞ്ഞുവാ അക്കച്ചിയുടെ കൂടെ വാ. അക്കച്ചി കുഞ്ഞുവാക്കി ഐസ്ക്രീം, കേക്ക്, ബിസ്ക്കറ്റ് ഒക്കെ തരാം. എല്ലാം തരുമോ അക്കച്ചി? തരാം, തീർച്ചയായിട്ടും തരാം. എന്നാ ഞാൻ വരാം. ശരി, നമുക്ക് പോവാം. വാ കുഞ്ഞാവേ.